നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു A4 ഷീറ്റ് എടുത്തു. അതിനെ കോർണറായിട്ട് മടക്കി അതിനെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾക്കതിനെ കീറിയെടുക്കാം. നമ്മൾക്ക് അതൊരു സ്ക്വയർ ഷേപ്പിലാണ് ആ പേപ്പർ വേണ്ടുന്നത്. ഈ കീറിയെടുക്കുന്ന പേപ്പർ കളയരുത്, അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ടാഗ് ആക്കാൻ അത് ആവശ്യമാണ്. നമ്മൾ ഈ കീറിയെടുത്ത സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിനെ വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ചെറിയ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റാം. നമ്മളുടെ ഈ ഫോൾഡിങ്സിലൂടെയാണ് ബാക്കിയുള്ള പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫോൾഡിങ്സ് കറക്റ്റായിട്ട് ഇരിക്കാൻ ഓർക്കണം, എക്സ്ട്രാ ഫോൾഡിങ്സ് വരരുത്. നമ്മൾ ആദ്യം മടക്കിയ കോർണറിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ആ കോർണർ പേപ്പേഴ്സ് തമ്മിൽ പിടിച്ചിട്ട് നമ്മൾക്ക് അതിന് ചെറിയൊരു സ്ക്വയർ ഷേപ്പിലേക്ക് അത് മടക്കിയെടുക്കാം. കറക്റ്റായിട്ട് മടക്കിയെടുത്തതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇതിനെ നമ്മൾ വീണ്ടും രണ്ട് സൈഡിൽ നിന്നും ഓരോ പേപ്പേഴ്സ് താഴേക്ക് മടക്കിയെടുക്കാം. ഈ സൈഡിൽ എടുത്തതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ലെയർ പേപ്പറിനെ താഴേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഫോൾഡ് ചെയ്തെടുത്ത പേപ്പറിനെ നമുക്കൊന്നും കൂടെ കറക്റ്റ് സെന്ററിലേക്ക് മടക്കാം, ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും അതുപോലെ സെന്ററിലേക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇവിടെയാണ് നമ്മൾ ടാഗ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ആ പേപ്പർ എടുത്ത് നമുക്കൊരു ടാഗായിട്ട് മടക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൂടെ മടക്കി ഒരു 2-3 ടൈംസിൽ സെൻറ്ററിലൂടെ മടക്കി എടുക്കുമ്പോൾ അതൊരു ചെറിയ ടാഗ് പോലെ നമുക്ക് കിട്ടും. ഇവിടെ നമ്മുടെ ടാഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ രണ്ടാമത് മടക്കി ആ സെൻറ്റർ പോർഷനിലേക്ക് വെച്ചിട്ട് ചെറിയതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയെടുക്കണേ. ചെറിയതായിട്ട് ചെറിയൊരു കട്ടി തിക്നെസ് ഉണ്ടാകും, കുഴപ്പമില്ല. അവിടെ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. അതേ മറ്റേ സൈഡിലേക്കും അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ പിടിച്ചെടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ടാഗ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ആ സെൻറ്ററിൽ നമ്മുടെ ടാഗ് വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷനിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ട് സൈഡിലുള്ള പോർഷനെ നമുക്ക് മടക്കി എടുക്കണം. ആദ്യം കറക്റ്റ് സെൻറ്ററിലേക്ക് ചേർത്ത് വെച്ചൊന്ന് മടക്കുക. അതിൻ്റെ മേളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ രണ്ടും ഒരേ ലെവലിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി എടുക്കണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വന്ന പോർഷനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് അകത്തേക്ക് മടക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഫോൾഡിങ്സ് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കതിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. കറക്റ്റ് എല്ലാ സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്തെടുത്താൽ മതി. ഇവിടെ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.